കാര്യങ്ങളിലൊക്കെ. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സർ നമസ്കാരം. നമസ്കാരം. ഈ കാര്യത്തിൽ CPM തന്നെ വഴങ്ങേണ്ടി വരും സർ. കാരണം CPIയെ സംബന്ധിച്ച് മുൻ പ്രേക്ഷക പറഞ്ഞ പോലെ അവർ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സംഭവമായി. അപ്പോൾ അതിൽ നിന്ന് അവർ പിന്മാറാൻ യാതൊരു ചാൻസും ഇല്ല. അവർ ഉറച്ചു തന്നെ നിൽക്കാനാണ് സാധ്യത. അവർക്ക് 10-20% ചാൻസേ ഉള്ളൂ മറ്റൊരു മുന്നണിയിൽ. പക്ഷെ എങ്കിലും അവർ അതിന് തന്നെ തയ്യാറാവും CPM വഴങ്ങുന്നില്ലെങ്കിൽ. പിന്നെ CPIM പറയുന്നത് ഞങ്ങൾ ഫണ്ട് മേടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്യുന്നത്. ഫണ്ട് അങ്ങനെ കൊടുക്കാൻ എവര് ഭരിക്കും പോലെ ഒരു കഥയും കാര്യവും ഇല്ലാതെ ഭരിക്കുന്ന സർക്കാരാണോ ഈ ഫണ്ട് കൊടുക്കേണ്ടത്? അപ്പൊ അതൊക്കെ ജനങ്ങളെ കബളിപ്പിച്ച് CPI അഗാധമായി വിശ്വസിക്കുന്നു. ബാലകൃഷ്ണൻ, അങ്ങനെ ഫണ്ട് കൊടുക്കുന്നതിന് വ്യവസ്ഥയൊക്കെ വെക്കുക എന്ന് പറയുന്നത് ഒരുമാതിരി ആളുകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള കടന്നുകയറ്റവും ഈ പറയുന്ന പോലെ ഒരു ചട്ടമ്പിത്തരം എന്നൊക്കെ പറയുന്ന പോലത്തെ പരിപാടിയല്ലേ? അത് ജനറൽ ആയിട്ടുള്ള ഫണ്ടല്ലേ? ഇത് വിദ്യാഭ്യാസ മേഖലക്ക് മാത്രം വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഫണ്ട് കൊടുക്കുന്നത് എന്തായാലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സംവിധാനങ്ങളും നിലവാരവും ഒക്കെ ഉള്ള സംസ്ഥാനമല്ലേ കേരളം. ആ കേരളത്തെ ഇനി കേന്ദ്രം വന്ന് വിദ്യാഭ്യാസ നിലവാരത്തിൽ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അല്ല, അത് ധാർഷ്ട്യമല്ലേ? അങ്ങനെ അത് ധാർഷ്ട്യമൊന്നുമല്ല, കേരളത്തിന്റെ അഭിമാനമാണ്, കേരളത്തിന്റെ ചരിത്രം അതാണ്. കേരളം വിദ്യാഭ്യാസ മേഖലയിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എന്നോ മുന്നിലാണ്. അത് കേരളത്തിൽ മാറി മാറി ഭരിച്ച മുന്നണികളൊക്കെ അക്കാര്യത്തിൽ വലിയ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. കേരളത്തിന്റെ നവോത്ഥാന കാലം മുതൽ അതിന്റെ സംഭാവനകളുണ്ട്. അത് കേരളത്തിൽ മാറി മാറി ഭരിക്കുന്ന സർക്കാരുകൾക്ക് മുമ്പേ അത് പാരമ്പര്യമുണ്ട് വിദ്യാഭ്യാസ കേരളത്തിന്. പിന്നെ സാർ കേൾക്കാമോ? കേൾക്കാം. കേരളത്തിന്റെ പുരോഗമനത്തിന്റെ അസ്തിത്വം എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ പോയി മലനാട്ടിൽ പോയി അധ്വാനിച്ചത് കൊണ്ടാ, അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതൊന്നുമല്ല ശ്രീ ബാലകൃഷ്ണൻ. കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ നേട്ടം എന്ന് പറയുന്നത് വിദേശ കാലത്ത് പോയി അധ്വാനിച്ചിട്ടൊന്നുമല്ല. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല, കേരളത്തിൽ എല്ലാ വിഭാഗം മനുഷ്യരും വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉണ്ടായിരുന്നു. അത് നവോത്ഥാന കാലഘട്ടം മുതൽ തുടങ്ങുന്നതാണ്. അയ്യങ്കാളിയുടെയും ശ്രീനാരായണ ഗുരുവിന്റെയും എല്ലാം കാലം മുതൽ തുടങ്ങുന്നതാണത്. അതിനുശേഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്ന അതിന് പുതിയൊരു മാനം നൽകുകയും ഒക്കെ ചെയ്തത്. അതിനുശേഷം വന്ന UDF സർക്കാരുകളും LDF സർക്കാരുകളൊക്കെ വലിയ സംഭാവന ചെയ്തിട്ടുണ്ട്. അവരോടാണ് ഉത്തർപ്രദേശിലെയും ഗുജറാത്തിലെയും ഒക്കെ വിദ്യാഭ്യാസം കാണിച്ചിട്ട് നിങ്ങൾ ഇതുപോലെ കണ്ടു പഠിക്കൂ എന്ന് പറയുന്നത്. കഴിഞ്ഞോ സാർ? അങ്ങനെയാണെങ്കിൽ 35 കൊല്ലം സാർ കഴിഞ്ഞോ? താങ്കൾ പറഞ്ഞോളൂ. കഴിഞ്ഞോ പറയട്ടെ. താങ്കൾ ബംഗാളിലേക്ക് പോകട്ടെ, കേരളത്തിൽ നിന്ന് പറയൂ. 35 കൊല്ലം കണ്ടിന്യൂ ബംഗാൾ ഭരിച്ചിട്ട് എന്തേ വികസനം ഇല്ലാത്തത്? ബംഗാളിലെ കാര്യമല്ലല്ലോ ഇവിടെ പറഞ്ഞത്. കേരളത്തോട് വിദ്യാഭ്യാസ രംഗത്ത് നിങ്ങൾ ഇങ്ങനെ മാതൃകയാവൂ എന്ന് പഠിപ്പിക്കാൻ തക്ക യോഗ്യതയുള്ള സംസ്ഥാനങ്ങളൊന്നും എന്തായാലും തൽക്കാലം ഇന്ത്യയിലില്ല. 35 കൊല്ലം കണ്ടിന്യൂ ഭരിച്ചിട്ട് താങ്കൾ എപ്പോഴും താങ്കൾക്ക് ഈ BJP അഭിപ്രായം വെച്ചിട്ട് അതിനെ ഒത്തു പറയുക എന്നുള്ളതല്ലാതെ കേരളത്തിന്റെ വിദ്യാഭ്യാസ കാര്യത്തിൽ എന്തായാലും കേരളത്തെക്കാൾ മെച്ചപ്പെട്ട ഒരു സംസ്ഥാനം താങ്കൾ ചൂണ്ടിക്കാണിക്കൂ. നമ്മളെക്കാൾ പാരമ്പര്യമായി മെച്ചപ്പെട്ട ഒരു സംസ്ഥാനമാണ്, ചൂണ്ടിക്കാണിക്കൂ. ഫണ്ട് കൊടുക്കുന്നവരെ തലയിൽ ആള് വാർക്കാപ്പില്ലാത്ത ആളൊന്നുമല്ല. ശിവൻകുട്ടി സാറ് പറയും പോലെ ഞങ്ങൾ ഫണ്ട് ഒപ്പിട്ടതാ ഫണ്ടിങ് മേടിക്കുക, അങ്ങനെ ഫണ്ടിങ് കൊടുക്കൊന്നുമില്ല. അതാ പറഞ്ഞത്, അങ്ങനെ ഫണ്ട് കൊടുക്കാതിരിക്കുന്നത്, ആ ഫണ്ട് കൊടുക്കാതിരിക്കുന്നതിന്റെ കാര്യത്തെ കുറിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞത്. കണക്ക് അവതരിപ്പിക്കാത്തത് കൊണ്ടാണ്. കണക്ക് ഒന്നും അല്ലെന്ന്, കണക്കൊന്നും ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. കണക്കൊന്നും കേരളം വൃത്തിയായിട്ട് കാശ് ചെലവാക്കുന്ന സംസ്ഥാനമൊക്കെ. കണക്ക് പറഞ്ഞാലേ ഫണ്ട് കൊടുക്കൂ, അല്ലാതെ ഫണ്ട് ഇത് അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഫണ്ടൊന്നും അല്ല ശ്രീ ബാലകൃഷ്ണൻ. ഞാനും ബാലകൃഷ്ണനൊക്കെ നികുതി കൊടുക്കുന്ന പണമാണ്, അല്ലാതെ അവർക്ക് തോന്നിയ പോലെ തീരുമാനിക്കാനുള്ള പണമൊന്നും അല്ല ഇത്. അല്ലാതെ അവർക്ക് തോന്നിയ പോലെ തീരുമാനിക്കാനുള്ള പണമൊന്നുമല്ല. ഞാനും ബാലകൃഷ്ണനൊക്കെ നികുതി കൊടുക്കുന്ന പണമാണ്. സ്വീകരിക്കുന്നുണ്ട്. അതിനുള്ള മേൽ നടപടികളുണ്ട്, കോടതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കോടതി കേസിലാണല്ലോ. ഒരു ഗവൺമെന്റ് സാധ്യമല്ല, കേന്ദ്ര ഗവൺമെന്റ് സാധ്യമല്ല. ശരി, എന്തായാലും കേന്ദ്ര ഗവൺമെന്റിന് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ എന്തായാലും കേരളം ഉയർത്തിക്കാട്ടുന്ന നേട്ടങ്ങൾ, അല്ലെങ്കിൽ കേരളത്തിന്റെ പരമ്പരാഗതമായ നേട്ടങ്ങൾ അങ്ങനെ പറയാൻ കഴിയുന്ന സംവിധാനങ്ങളൊന്നും എന്തായാലും ഇതുവരെ ഇല്ലല്ലോ. അത് അങ്ങനെ പരമ്പരാഗതമായി നടക്കുന്ന നേട്ടങ്ങൾക്ക് ഞങ്ങൾ ഫണ്ട് കിട്ടാൻ വേണ്ടി ഒപ്പിട്ടാൽ അങ്ങനെ ഫണ്ട് വാരിക്കോരി കൊടുക്കാൻ തലയിൽ ആള് പാർപ്പില്ല സർക്കാരല്ല ഭരിക്കുന്നത്. ആള് പാർപ്പില്ല സർക്കാരിലെ രാജ്യം ഭരിക്കുന്നത്. ശരി, ഓക്കെ, മനസ്സിലായിക്കൊള്ളണം. താങ്കൾ അങ്ങനെ കരുതിക്കോളൂ. ശരി, ഈ മുന്നണി അത് മനസ്സിലാക്കിക്കൊള്ളണം. തലയിൽ ആള് താമസമില്ലാത്ത സർക്കാരല്ല രാജ്യം ഭരിക്കും. രാജ്യത്തെ ആള് താമസം ഇല്ലാത്തവരാണെന്ന് ഞാൻ പറഞ്ഞില്ല. അവർക്ക് ആള് താമസമൊക്കെ ഉണ്ട്, പക്ഷേ വേറെ തരത്തിൽ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് മാത്രമാണ്. ഇവര് 360 ദിവസം പ്രസംഗിക്കുന്നതായിട്ട് കേന്ദ്രം ഞെരിക്കുന്നു. ഇവർക്ക് ഭരിക്കാൻ അറിയില്ല, പിടിപ്പുകൊണ്ട് സംഭവിക്കുന്ന ഇതൊക്കെ. ശരി, കേരളത്തിൽ നടത്തപ്പെട്ട പണം തടഞ്ഞു വെച്ചിട്ട് ആ കാര്യത്തിൽ ഇവർക്ക് ഭരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ മതിയോ? ശരി ബാലകൃഷ്ണൻ, ശരി.